താങ്ക്സ് എടുത്തി. താങ്ക്സ് എന്തിനാ അരുതി? നിങ്ങളിതെല്ലാം വേദാന്ത് ചേട്ടന് വേണ്ടിയാണല്ലോ ചെയ്യുന്നത്. വേദാന്ത് ചേട്ടനോട് ഒരുപാട് ഇഷ്ടമുണ്ടെങ്കിലും അതെല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ട് ഇതെല്ലാം ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട്. ഇതിൽ എന്റെ സ്വാർത്ഥതയുണ്ട് അരുതി. സ്വാർത്ഥതയോ? എന്താ ഏട്ടത്തി? എന്റെ ചേട്ടൻ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുന്ന എന്റെ ആഗ്രഹം. ചേട്ടൻ സന്തോഷമായിട്ടിരിക്കാൻ അമൂല്യ മാത്ര കാരണം എനിക്ക് തോന്നുന്നു. ഞാനൊരു കാര്യം ചോദിക്കുന്നുണ്ട്, തെറ്റായി വിചാരിക്കരുത്. വേദാന്ത് ചേട്ടന് ഇങ്ങനെ അമ്മൂന്റെ അടുക്ക ഇഷ്ടമുണ്ടെന്ന് തോന്നുന്നുണ്ടോ ചേച്ചിക്ക്? എന്റെ ചേട്ടൻ ഒരുതരം മാച്ചോമാനാണ്. എന്നെയും വിക്കി ചേട്ടനെയും കണ്ണിലെ കൃഷ്ണമണി പോലെയാ ചേട്ടൻ നോക്കിയിരുന്നെ. എല്ലാവരുടെയും ചുമതല അവൻ ഏറ്റേറ്റ് അവന്റെ ഹാർട്ടും കല്ലായിരിക്കുക. പക്ഷെ അമ്മു അതിനെ വീണ്ടും മെൽറ്റ് ചെയ്തിരിക്കുന്നെ. അതുമല്ല, അവൻ ഇതുവരെ ഒരു പെൺകുട്ടിയുടെയും വാക്ക് കേട്ടിട്ടില്ല. പക്ഷെ അമ്മുവിന്റെ കാര്യത്തിൽ വേറെ അവൻ. അവളുടെ വാക്കിന് അവൻ വില കൊടുക്കും. അവളുടെ കൂടെ ഡാൻസ് വരെ ചെയ്തവൻ. അതുമല്ല, അവന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള അമ്മ അമ്മുവിനെ എതിര് നിന്നപ്പോഴും അവൻ അമ്മുവിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലുപരി വേറെ എന്ത് വേണം? അതും സത്യം തന്നെ ഏട്ടത്തി. അതുമല്ലാതെ അമ്മു വളരെ നല്ല കുട്ടിയാ. ചേട്ടന് നന്നായിട്ട് നോക്കിക്കോളും. എല്ലാവരുടെ മുന്നിലും വഴക്കിട്ടാലും ഉള്ളില് രണ്ടുപേർക്കും നല്ല സ്നേഹമുണ്ട്. അമ്മു ഒരിക്കലും ഈ ലവിന്റെ കാര്യം പ്രോത്സാഹിപ്പിക്കുന്നു തോന്നുന്നില്ല. അതേപോലെ നിങ്ങളുടെ ചേട്ടനും ഇതിന്ന് ഒരുപാട് ദൂരെയാണ്. പക്ഷെ ഇപ്പോ അവര് രണ്ടുപേരെയും ഒരുമിപ്പിക്കാൻ ഈ ലോകം മുഴുവൻ തുനിഞ്ഞിറങ്ങിയ പോലെ തോന്നുക. അതൊക്കെ അവിടെ നിക്കട്ടെ അരുതി. ഈ രണ്ട് രാജകുമാരും ഉണ്ടല്ലോ, ആദ്യം ചേട്ടന്റെ അടുത്തൊന്ന് സംസാരിച്ചാ മതിയായിരുന്നു. അളിയാ, ഇന്നൊരു കാര്യം ചെയ്യാം. ചേട്ടന്റെ അടുത്ത് പോയിട്ട് സാഹിത്യം ഇല്ലാന്നുണ്ടെങ്കിൽ നീ അമൂല്യെ കല്യാണം കഴിക്കണമെന്ന് ഒരു ഏറിഞ്ഞു നോക്കിയാലോ? വേദാന്തായ ഏറങ്ങ് പിടിച്ചിട്ട് നേരെ നിനക്ക് തന്നെ അറിയും. ആണോ? അങ്ങനെയാണെങ്കിൽ ഇനി എന്താ ചെയ്യാളിയാ? ഈ കാര്യത്തിൽ ഞാൻ ഈ പ്രോജക്ട് കഴിഞ്ഞാല് ആദ്യം ഓർഗാനിക്സ് വേറെ ലെവലിൽ പോകും. ഓ, ചേട്ടനായിരുന്നോ? എനിക്കൊന്ന് സംസാരിക്കണം. ആക്ച്വലി വിക്കിയുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല വേദാന്ത്. വിക്കി റിസർച്ച് ചെയ്തോണ്ടിരിക്കുക. റിസർച്ച് എല്ലാം കഴിഞ്ഞു കേട്ടാ. പ്രസന്റേഷൻ ഞാൻ ഒരു 5 മിനിറ്റിനുള്ളിൽ ചെയ്തേക്കാം. നീ ഒന്ന് മിണ്ടാതെ അവിടെ ഇരിക്കോ? താനും ഒന്ന് ഇരിക്കേ. ആക്ച്വലി ഞാനിപ്പോ എന്തിനാ വന്നെന്ന് വെച്ചാ, ഒരു കാര്യം ചോദിക്കാനാ വന്നേ. അത് തന്നെ, പ്രസന്റേഷൻ വേഗം റെഡിയാക്കണമെന്ന് പറഞ്ഞിരുന്നില്ലേ? സെയിൽസിന്റെ റിപ്പോർട്ട് കൂടി ചെക്ക് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഒരു 5 മിനിറ്റിനുള്ളിൽ ഞാൻ തന്നേക്കാം. ഞാനൊരു പേഴ്സണൽ കാര്യം ചോദിക്കാനാ വന്നേ വിക്രാന്ത്. പേഴ്സണലോ? എന്താ ഏട്ടാ? ഇതിന് നിങ്ങൾ രണ്ടുപേരും ആൻസർ പറയണം. എന്താന്ന് വെച്ചാ, സിദ്ധാർത്ഥം ലവ് ചെയ്താണ് കല്യാണം കഴിച്ചത്. ആൻഡിപ്പോ നീയും ലവ് ചെയ്തിട്ടാണ് കല്യാണം കഴിക്കാൻ പോകുന്നത്. ഈ കാര്യത്തിൽ നിങ്ങൾ രണ്ടാളും എന്നെക്കാളും സീനിയറാണ്. അതുകൊണ്ടാ ഞാനിപ്പോ നിങ്ങളോട് ഒപ്പീനിയൻ ചോദിക്കാന്ന് വിചാരിച്ചേ. ചേട്ടനിപ്പോ ക്ലാസ് എടുക്കുന്ന വിചാരിച്ചപ്പോ കഥ വേറെ റൂട്ടിൽ പോകണല്ലോ. ഷുവർ, പറയൂ വേദാന്ത്. നമ്മൾ ആരെ നോക്കുമ്പോഴും ഒരാളെ മാത്രമേ കാണുന്നുള്ളൂ എങ്കിൽ അതിന്റെ അർത്ഥം എന്താ? നമ്മളെപ്പോഴും അവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് അർത്ഥം. അങ്ങനെയല്ല വിക്രാന്ത്. പിന്നെ ഏതർത്ഥമാണ് ചേട്ടാ? ഞാൻ ഒരു സ്ഥലത്ത് അവളെ അവരെ, അതായത് ആ കാണുന്ന വ്യക്തി ശരിക്കും സ്ഥലത്തില്ല. ഇല്ല. ബട്ട് കാണുന്നുണ്ടല്ലേ? ഞാൻ കാണുന്നുണ്ട്. എല്ലാം ഒരു ഇല്യൂഷൻ ആയിരിക്കും, പക്ഷേ റിയൽ ആയിട്ട് ഫീൽ ചെയ്യും അല്ലേ? എക്സാക്ട്ലി വിക്രാന്ത്. പക്ഷെ അത് റിയൽ ആണെന്ന് തോന്നിപ്പോകുന്നല്ലേ? ഇത് കുറച്ചും കൂടെ കറക്റ്റാ. ക്ലാരിറ്റി ഒട്ടും തരാത്ത കൺഫ്യൂസ് ആക്കും. അതെ വിക്രാന്ത്. പക്ഷെ കൺഫ്യൂഷൻ എന്താണെന്ന് മനസ്സിലാവുന്നില്ലല്ലേ? എക്സാക്ട്ലി. എല്ലാം ഒറ്റയടിക്ക് നടക്കും. ഡാം ട്രൂത്ത് വിക്രാന്ത്. ഒന്നും വിചാരിച്ചതുപോലെ നടക്കുന്നില്ലല്ലേ? 100%. ഇതൊക്കെ സംഭവിക്കുന്നത് നിനക്കാണോ വേദാന്ത്? വേറെ ആരുടെ കാര്യമൊന്നുമല്ലല്ലോ പറയുന്നേ. നോ എന്റെ കാര്യമൊന്നുമല്ല ഇത്.
ഇങ്ങനെയൊക്കെ തോന്നുന്ന എന്റെ ഫ്രണ്ടിനാ. അപ്പൊ പേഴ്സണൽ കാര്യം എന്നൊക്കെ പറഞ്ഞതോ? അതെ, അവന്റെ പേഴ്സണൽ. അവന്റെ പേഴ്സണൽ എന്ന് വെച്ചാ അത് എന്റെ പേഴ്സണൽ പോലെ തന്നെയല്ലേ. എന്നാലും നിന്റെ ഫ്രണ്ട് എന്തിനാ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിന്നോട് തന്നെ പറയുന്നത് വേദാന്ത്? അത് ശരിയാ. ഞാൻ അവനോട് ഇത് ചോദിച്ചതാ, നിന്റെ ഈ ഫീലിങ്സ് ഒക്കെ എന്നോട് എന്തിനാ പറയുന്നെന്ന്. എനിക്ക് ഈ പ്രേമവും മാരേജും പെൺകുട്ടികളും ഒന്നും അത്രയ്ക്ക് ധാരണയില്ലല്ലോ. നീ അങ്ങനെ പറഞ്ഞിട്ടും നിന്റെ ആ ഫ്രണ്ട് നിന്നോട് തന്നെ ചോദിച്ചിട്ട് വരാൻ ഫോഴ്സ് ചെയ്തോ ചേട്ടാ? അവൻ ഫോഴ്സ് ഒന്നും ചെയ്തില്ല, പക്ഷെ എന്നോട് അഡ്വൈസ് തരാൻ അവൻ പറഞ്ഞു. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ലെന്ന്. എന്റെ വീട്ടിൽ നടന്നതും നടക്കാൻ പോകുന്നതൊക്കെ ലവ് മാരേജ് ആണെന്ന്. എന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങളോടൊക്കെ ചോദിച്ചിട്ട് വിവരം പറയാമെന്ന്. ഓ, അതായിരുന്നല്ലേ. നീ ആക്കുന്ന പോലെ ഉണ്ടല്ലോ. നിങ്ങക്ക് പറയാൻ താല്പര്യമില്ലെങ്കിൽ പറയണ്ട. ഞാനിനി അവനോട് എനിക്കിതിനെ പറ്റി ഒന്നും അറിവില്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞോളാം. അയ്യോ, ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചില്ല. അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നോക്കി ചേട്ടാ, ഒരാണിന്റെ മനസ്സിലൊരു പെണ്ണുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട് അധികം പാടൊന്നുമില്ല. അതെങ്ങനെയാ? ബേസിക്കലി അവനോട് തന്നെ ഒരു 4 ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടതുണ്ട്. 4 ക്വസ്റ്റ്യൻസോ? എന്തൊക്കെയാ അത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആർക്ക് എന്ത് സംഭവിച്ചാലും നിനക്ക് നിന്റെ പെണ്ണ്. എനിക്കല്ല. എനിക്കറിയാം, ഞാൻ ജനറൽ ആയിട്ടൊന്ന് പറഞ്ഞതാ. നീന്ന് വെച്ചാ ആ ചോദ്യം ചോദിച്ച പയ്യൻ. ഓക്കെ. ആർക്ക് എന്തൊക്കെ സംഭവിച്ചാലും നിനക്ക് നിന്റെ പെണ്ണ് അവള് സുഖമായിരിക്കുന്നു, അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന ചിന്തയായിരിക്കും മൊത്തം. എന്താളിയാ? വിക്കി, ചെറിയച്ഛന് ആക്സിഡന്റ് ആയി. അമൂല്യയുടെ അച്ഛന് ആക്സിഡന്റോ? അപ്പോ അമൂല്യ എവിടെ? അമൂല്യ എപ്പോഴാ അവിടുന്ന് പോന്നത്? നിങ്ങൾക്കൊന്ന് ഇൻഫോം ചെയ്യായിരുന്നില്ലേ എന്നെ? എന്നോട് എന്തോന്നും പറയാത്തെ? അവളെ ഒറ്റയ്ക്ക് വിടാൻ പാടില്ലായിരുന്നു. ഷീസ് ഇൻ പാനിക്. നീ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ അവളുടെ കാര്യം ചോദിച്ചോണ്ടിരിക്കുന്നേ. കാം ഡൗൺ. രണ്ടാമത്തെ കാര്യം, അവള് കൺമുന്നിൽ വരുമ്പോ ഈ ലോകത്തെ തന്നെ മറന്ന് അവളെ മാത്രം നോക്കണമെന്ന് തോന്നിപ്പോ. DJ Abba Joker. ഓക്കെ. പിന്നെ മൂന്നാമത്തെ എന്താ? ആർക്കറിയാം? മൂന്നാമത്തെ എന്താ? മൂന്നാമത്തെ എന്താന്ന് വെച്ചാ, നിന്റെ പെണ്ണിനെ കണ്ടു കഴിയുമ്പോഴൊക്കെ നിന്റെ മുഖത്ത് ഒരു കളച്ചിരി വരും. ഈ 4ാമത്തെ കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അവളിപ്പോ കറന്റ്ലി ഒരു പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണെങ്കിൽ നീ നിന്റെ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം മതിയാക്കി നീ അവളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇറങ്ങും. ഇത്രയൊക്കെ കാര്യങ്ങൾ നീ നിന്റെ പെണ്ണിന് വേണ്ടി ചെയ്യാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇത് പക്കാ ലവാ. പിന്നെ അവരില്ലാത്ത സ്ഥലത്തൊക്കെ അവരെ കാണുന്നത് ഈ ലവിന്റെ സൈഡ് എഫക്റ്റ് മാത്രം. ഇത് ലവ് ആണോ? ഇങ്ങനെയൊക്കെ സംഭവിക്കോ? ഉണ്ടായിരിക്കാം. എല്ലാവർക്കും തോന്നുന്ന ഫീലിങ്സ് അല്ലേ? അതെന്താ അങ്ങനെ പറഞ്ഞു ചേട്ടാ? ഇത് പക്കാ പോസിബിളാ. ഫാമിലിയിലുള്ളവർ എന്ത് വിചാരിക്കുന്നു പറഞ്ഞ് ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്തിരിക്കാതെ
നിന്റെ മനസ്സ് എന്താണോ പറയുന്നത് അത് നീ ചെയ്യണം. എന്റെ മനസ്സോ? എന്താടാ ഈ പറയുന്നേ? നീ പറയുന്നത് എനിക്ക് ലവ് ഉണ്ടെന്നാണോ? ബ്ലഡി നോൺസെൻസ്. നിനക്കെന്ന് പറഞ്ഞാ നിന്നെ അല്ല ചേട്ടാ, നിന്റെ ആ ഫ്രണ്ടില്ലേ? അതെ, ഫ്രണ്ടിനാ. പിന്നെന്തിനാ എനിക്കാന്ന് പറഞ്ഞേ? ഞാനിതൊക്കെ അവന് വേണ്ടി ചോദിച്ചായിരുന്നു. പക്ഷെ ഇതൊക്കെ പ്യുവർ നോൺസെൻസ്, പക്ക നോൺസെൻസ്. ഇതൊന്നും അത്രയ്ക്ക് നോൺസെൻസ് അല്ല ചേട്ടാ, എല്ലാം സത്യ. എനിക്കും അളിയനും ഈ ഒരൊറ്റ കാര്യത്തിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ളതാ. അല്ല, ഇതിൽ മാത്രമേ എക്സ്പീരിയൻസ് ഉള്ളോ? പ്രസന്റേഷൻ റെഡിയാക്കിയോ? സിദ്ധാർത്ഥ്, ഇവന് വല്ലാതെ ഫ്രീഡം കൊടുക്കുന്നുണ്ട്. എനിക്കിത് ഇഷ്ടമല്ല. ഇതൊരു ഓഫീസ് ആയിരിക്കണം. കമോൺ, എല്ലാവരും വർക്ക് ചെയ്യാൻ നോക്ക്. അളിയ എന്താ ഇപ്പൊ ഉണ്ടായേ? സീരിയസ്ലി ഡോണ്ട് നോ അളിയ, സീരിയസ്ലി ഡോണ്ട് നോ. അതിഥി, അമ്മൂനെ ഒന്ന് ഫോൺ വിളിച്ചേ, എത്ര മണിക്ക് വരുമെന്നൊന്ന് ചോദിക്കേ. ഇതെല്ലാം ചൂടോടെ തന്നെ ഡെലിവറി ചെയ്യാനുള്ളതാ. അതെന്തിനാ അവരെ വെയിറ്റ് ചെയ്യുന്നത്? ഞാൻ ഇവിടെ ഉണ്ടല്ലോ. വണ്ടി ഉണ്ടെങ്കിൽ ഞാൻ പോയി ഡെലിവറി ചെയ്യാം. ഹലോ, ആരതി കേറ്ററിംഗ് സർവീസിലെ MD സംസാരിക്കുന്നത്. ആരാണ് നിങ്ങള്? ചേട്ടാ, എന്താ ചേട്ടാ? ശരി ചേട്ടാ. അമ്മേ, ആരുടെ ഫോണായിരുന്നു? എന്താ കാര്യം? ആരതി, പ്രോഗ്രാം ക്യാൻസൽ ആയിപ്പോയി മോളെ. ഒപ്പം ഈ ഓർഡർ എല്ലാം ക്യാൻസൽ ആയിപ്പോയി. ആരാത്? അതെങ്ങനെ ശരിയാവും? ഓർഡർ എല്ലാം തന്നിട്ട് ഇപ്പൊ ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞാ ചെലവായ പൈസ ആര് തരും? അവരുടെ നമ്പർ താമേ, ഞാൻ സംസാരിക്കാം അവരോട്. അവർക്കതിന് കാരണമുണ്ട് അതിഥി. എന്താ എന്താ ഇത്ര വലിയ കാരണം? നമുക്കുണ്ടായ നഷ്ടം ആര് നികത്തും? അത് അവരുടെ അടുത്ത ആരോ ബന്ധു മരിച്ചു അത്രേ. അതുകൊണ്ടാ അവർ ഈ ഓർഡർ ക്യാൻസൽ ചെയ്തത്. അവരങ്ങനെ പറയുമ്പോൾ ഞാൻ എന്താ തിരിച്ചു പറയേണ്ടത്? അവരുടെ വേദന നമ്മൾ മനസ്സിലാക്കണ്ടേ? അമ്മ, അപ്പൊ നമ്മൾ ഈ ഉണ്ടാക്കിയ ആഹാരമെല്ലാം എന്ത് ചെയ്യും? അതാണ് മനസ്സിലാവാത്ത മോളെ. അമ്മ വിഷമിക്കാതിരിക്കും. ഇതെല്ലാം ഞാൻ വണ്ടിയിലോട്ട് വെക്കാം. ഞാനുണ്ടല്ലോ ഇവിടെ. മാഡം, ബോസ് നിങ്ങൾക്ക് വേണ്ടി കമ്പനി പോളിസി വരെ ചേഞ്ച് ചെയ്തു. അങ്ങനെയൊന്നും അല്ല സാർ, ആ കാര്യങ്ങളൊന്നും എനിക്ക് വേണ്ടി ചെയ്തതല്ല. കമ്പനിയുടെ പോളിസി ഇതിനു മുമ്പേ മാറ്റണമെന്ന് തീരുമാനിച്ചതായിരിക്കും. അതേ സമയത്ത് അങ്ങ് മാറ്റി, അത്രേ ഉള്ളൂ. ബോസിന് നിങ്ങളുടെ മേലില് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടെന്നുള്ളത് സത്യമല്ലേ? നീ ഇങ്ങനെ ചൈൽഡിഷ് കാര്യങ്ങൾ ചെയ്ത പിന്നെ കാര്യങ്ങൾ ഇതുപോലെ ഫ്ലോപ്പ് ആയി പോവില്ലേ? ഞാൻ ഫ്ലോപ്പ് ആകാൻ വേണ്ടി ഒന്നും ചെയ്തതല്ല. എന്റെ ബാഡ് ടൈം അത് വർക്കായൂല്ല. ഇനി എന്ത് ചെയ്യാൻ പറ്റും? എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും സാഹിത്യ. അതിനെല്ലാം ധൈര്യം ഉണ്ടായിരിക്കണമെന്ന് മാത്രം. ധൈര്യോ? ഞാനൊരു നല്ല ഐഡിയ പറഞ്ഞുതരാം. നാളെ തന്നെ അത് ചെയ്യാൻ നോക്ക്. ഉറപ്പായിട്ടും അത് ഫ്ലോപ്പ് ആവാൻ സാധ്യതയില്ല. ആർക്കറിയാം, വേദാന്തിന്റെ കയ്യിൽ നിന്ന് വഴക്ക് കേട്ട് ചിലപ്പോ അമൂല്യ ജോലി കളഞ്ഞു പോയേക്കാം. സുഖമില്ലേ നിനക്ക്? എന്റെ കോളേജ് മാത്രമേ കിട്ടിയുള്ളൂ. അല്ല, നീ എന്നെ വിളിച്ചോണ്ട് വന്നപ്പോ തന്നെ ഞാൻ മനസ്സിലാക്കണമായിരുന്നു ഇതിൽ എന്തോ ഒരു പ്ലാൻ ഉണ്ടെന്ന്. പക്ഷെ ഇത്ര വലിയ പണിയാന്ന് വിചാരിച്ചില്ല. ഇങ്ങോട്ട് നോക്കിയേ. നീയെന്നും താനെന്നൊന്നും എന്നെ വിളിക്കണ്ട. എന്റെ പേര് ധ്രുവാന്ന. മര്യാദക്കാണെങ്കിൽ ഞാനും അങ്ങനെയാ. ഓ,
ഇത്രയൊക്കെ ചെയ്തതും പോരാന്നിട്ട് ഇനി ഞാൻ മര്യാദ കൂടെ തരണം. നിങ്ങൾ എനിക്ക് നല്ലതൊന്നും ചെയ്തിട്ടില്ലല്ലോ, എന്നിട്ട് ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന കണ്ടില്ലേ? ഓഹോ, കൗണ്ടർ അത് എന്നോട്. ഇനി അത് സഹിക്കണോ? തുടങ്ങിയത് ആരാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. വന്ന് കോളേജിന്റെ മുമ്പിൽ ആഹാരം കൊണ്ടുവച്ചാ ഇതാരെങ്കിലും വാങ്ങുവോ? ഇപ്പൊ കണ്ടോ, വരൂ വരൂ എല്ലാരും വരൂ. 10 രൂപ 10 രൂപ സ്പെഷ്യൽ റൈസ് 10 രൂപ 10 രൂപ 10 രൂപ 10 രൂപ ഹോം മെയ്ഡ് ഫുഡ് 10 രൂപ. വെറും 10 രൂപയ്ക്ക് ഹോം മെയ്ഡ് ഫുഡ്, നല്ല ചൂടുള്ള ആഹാരം. വാ കഴിക്കാൻ വാ. 10 രൂപ 10 രൂപ. വാ ചേട്ടാ വാ, എല്ലാരും വാ. വരൂ വരൂ എല്ലാവരും വരൂ, ഇപ്പൊ തീരും ചൂടുള്ള ആഹാരം. വെറും 10 രൂപ. ഇങ്ങനെ വെറുതെ നോക്കി നിൽക്കാതെ എന്നെ ഒന്ന് സഹായിക്കും. വരൂ വരൂ 10 രൂപ 10 രൂപ ഹോം മെയ്ഡ് ഫുഡ് 10 രൂപ. വെറും 10 രൂപയ്ക്ക് നല്ല ആഹാരം. ഇവള് ശരിക്കും അവിടെ ഇരിക്കുന്നുണ്ടോ അതോ എന്റെ സ്വപ്നമാണോ? എന്റെ ഗുരുവായൂരപ്പ, എന്റെ മനസ്സിന് എന്താ പറ്റിയെന്ന് നിങ്ങളെങ്കിലും ഒന്ന് പറഞ്ഞുതാ. എനിക്ക് പെൺകുട്ടികളെ ഇഷ്ടമല്ല, പിന്നെ എങ്ങനെ ഈ ഇമാജിനേഷനൊക്കെ വരുന്നത്? സംശയം ചോദിക്കാൻ ചെന്നപ്പോ ആ വിക്രാന്തും സിദ്ധാർത്ഥും കൂടെ വായി തോന്നിയതൊക്കെ പറഞ്ഞു. ഈ ഇമാജിനേഷനിൽ നിന്ന് എന്നെ രക്ഷിക്കേണ്ടത് നീ തന്നെയാണേ ഭഗവാനെ. അവളിപ്പോ അവിടെ ഇരിക്കുന്നത് സത്യം തന്നെയല്ലേ? മാഡം വേറെ എന്തെങ്കിലും വേണോ? ഒന്നും വേണ്ട, താങ്ക് യു. ആഹാ, കൊള്ളാലോ. അപ്പൊ ഇതിനും ശക്തിയൊക്കെ ഉണ്ടല്ലേ? ആ കഴുത പറഞ്ഞ ശരിയാ. നിങ്ങൾ എന്റെ കൂടെയുള്ളപ്പോ എനിക്കൊരു ധൈര്യമാണ്. ബസ് എങ്ങോട്ട് പോകുക ബസ്? ഇനിയും താമസിക്കുകയാണെങ്കിൽ കഞ്ഞി പഴങ്കഞ്ഞിയായി പോവും. വാട്ട്? അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ബോസ്. കോഫി എടുക്കട്ടെ? ബ്ലാക്ക് കോഫി. ഒരു മിനിറ്റ്. നിനക്കെന്നെ ഫ്രണ്ടായി കാണാൻ ചിലപ്പോ ഇഷ്ടമില്ലായിരിക്കും. പക്ഷെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചേച്ചിയുടെ ഭർത്താവിന്റെ ഏട്ടനാന്നും പിന്നെ ബോസാന്നൊന്നും പറയണ്ട. നീ എന്നോട് ക്ഷമിക്കണം. ബോസിന്റെ ആ വായിൽ നിന്ന് സോറിയോ? എന്തുകൊണ്ട് പറഞ്ഞൂടാ? എന്ത്? അത് ബോസ് മാത്രാണെന്ന് പറയരുതെന്ന് പറഞ്ഞില്ലേ, അതെന്തുകൊണ്ടാ? കൊച്ചു കള്ളൻ വീണു. ഇതാ പറയുന്നത് പെൺകുട്ടികൾ ഭയങ്കര സ്ട്രോങ് ആണെന്ന്. പോയിട്ട് വരാം ബോസ്.
അതെ കഴുതേ, ഇനി എന്നെ കളിപ്പിക്കാന പരിപാടിയെങ്കിലേ ശരിയാവില്ല. എന്താണ് ചേട്ടാ അത്? ഇമാജിനേഷനാ? ഇമാജിനേഷനാ. എന്റെ ഫ്രണ്ട് ഇല്ലേ അവൻ? ആ, നീ അയാളോട് സംസാരിച്ചോ? ആരോട്? അത് പിന്നെ ചേട്ടന്റെ ഫ്രണ്ട്. ഏത് ഫ്രണ്ടടാ? ആ ഇമാജിനേഷൻ ഫ്രണ്ട് തന്നെ. ഏത് ഇമാജിനേഷൻ ഫ്രണ്ട്? ആ സോറി, എന്റെ മിസ്റ്റേക്കാ. നീ അവരോട് ചോദിച്ചിരുന്നോ? ഞാനെന്ത് ചോദിക്കാനാ? അത് തന്നെ ചേട്ടാ, ചേട്ടന്റെ ഫ്രണ്ട് ഒരു കുട്ടിയെ എല്ലായിടത്തും കാണുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ? ആ ഫ്രണ്ടിനോട് ഞങ്ങൾ ചോദിക്കാൻ പറഞ്ഞ ചോദ്യങ്ങൾ ചോദിച്ചോന്ന്. ഓ യാ മൈ ഫ്രണ്ട്. ചേട്ടൻ ആകെ ഫ്രണ്ടായിട്ടുള്ളത് ഞാനും അളിയനും പിന്നെ ആദ്യ. ഞങ്ങൾ ആരും അറിയാതെ വേറെ ഏത് ഫ്രണ്ടാ ഉള്ളേ? ഈ കാര്യത്തിലൊക്കെ ഇത്തിരി പ്രൊഫഷണൽ ആയാലേ ശരിയാവുള്ളൂ.